ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു മീൻകറിയാണ് വെക്കാൻ പോകുന്നത്. സ്രാവിനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സ്രാവ് വെക്കുവാണ് നമ്മളിന്ന്. സ്രാവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ സ്രാവൊക്കെ ആയിരിക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് ചെറിയ സ്രാവിനാണ് നമ്മൾ കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ അതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞാൻ നമ്മുടെ കറിയാണ്. സ്ലാവ് വേണ്ടിയിട്ടുള്ള ചട്ടി നമ്മൾ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയെ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് കടുകും ഉരുളയും കൂടെ കൊടുത്തിട്ടുണ്ട്. കടുകും ഉരുളയും കൊടുത്ത് അതിന് ശേഷം നമ്മളതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതൊന്ന് ജസ്റ്റ് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് തക്കാളിക്ക് ആഡ് ചെയ്യണം. തക്കാളിക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എല്ലാവരും നന്നായിട്ട് തക്കാളിക്ക് ഇട്ട് അതിലേക്ക് ഇളക്കി കൊടുത്ത് തക്കാളിക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകെല്ലാം നമുക്ക് വഴണ്ട് കിട്ടുന്നത് അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതൊക്കെ പൊട്ടിയത് ഉണ്ട്. അതിന് നമ്മൾ ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പൊടി ചേർക്കുന്നത്. ഞാൻ പൊടി ചേർക്കുന്നത് വെച്ചിട്ടുണ്ട്. ഒരു 2 കിലോ രീതിയിലാണ് നമ്മൾ ഡയറക്റ്റ് പൊടിയിലേക്ക് ഇടുകയല്ല ചെയ്യുന്നത്. ഞാൻ പൊടി ഇടുന്ന വെച്ചാൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി മുളപ്പൊടിയൊക്കെ ഒരു ഫ്രൈയിലെടുത്തിട്ട് അത് ചേർത്തിട്ട് ജസ്റ്റ് സാധിച്ച് വെക്കും. എന്തിനാണെന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പൊടിയിലിട്ട് മുളക് പൊടി ഇട്ട് അത്ര മഞ്ഞൾപ്പൊടി എടുക്കുമ്പോൾ മുളക് പൊടി ചിലപ്പോൾ കഴിയാൻ സാധ്യതയുണ്ട്. അതിന് അമ്മ പറഞ്ഞൊരു ട്രിക്കാണ് ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കണ്ടില്ല നമ്മുടെ വീട്ടിൽ അതെല്ലാം അങ്ങനെ ചേർത്ത് വെച്ചിട്ട് ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ വെള്ളത്തിൽ ചാലിച്ച് വരട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് ആ പച്ചമണം ഒന്ന് മാറുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ പുളി ഇട്ട് കൊടുക്കും. പിന്നെ ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾക്ക് നമ്മുടെ സ്രാവിനെ നമുക്ക് ഓരോ പീസുകളായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. സ്രാവ് മീൻ അതിനകത്തോട്ട് ഇട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് മീനോട് ഇട്ട് അധികം ഇളക്കണ്ട. അധികം ഇളക്കി ചിലപ്പോൾ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അധികം ഉടഞ്ഞു പോകാതെ നമുക്കൊന്ന് പതുക്കെ ഒന്ന് ഇളകി കൊടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ പുറത്തേക്ക് ഗ്രേവിയൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. മീൻ്റെ നമുക്കത് മൂടി വെക്കാം. നമ്മുടെ കറി തിളച്ച് നല്ല പരുവത്തിനാകുന്നിടം വരെ നമുക്കത് വെക്കാൻ നമ്മൾ തിളച്ച് റെഡിയാവുന്നുണ്ട്. അപ്പോൾ മീൻകറി ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട്